മക്കൾക്കൊക്കെ ഈ പേരറിയാം. എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താം. ദേ, ഇതാണ് എന്റെ കളിക്കൂട്ടുകാരൻ പരമേശ്വരൻ. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കാണുക. ഇത് ദ്രൗപദി അമ്മ, എന്റെ വളർത്തമ്മയാ, പരമേശ്വരന്റെ അമ്മ. ഇത് പരമേശ്വരന്റെ ഭാര്യ ശ്യാമള. അത് മകള്. എന്താ മോളെ പേര് പറഞ്ഞത്? അഞ്ജന. ആ, അഞ്ജന. എന്റെ പേര് കിരൺ. എന്റെ അമ്മാവനാണ് ഈ നിൽക്കുന്നത്. അതായത് അഞ്ജനയുടെ മുറച്ചെറുക്കൻ. ആന്റി, എനിക്ക് പോവാൻ സമയം, ഞാൻ ഇറങ്ങാം. അച്ഛാ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, വേറൊന്നും തോന്നരുത്. ഓഫീസിൽ കുറച്ച് തിരക്കുള്ളതുകൊണ്ടാ. മുത്തശ്ശി, അങ്കിളെ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. പിന്നെന്താ, ഞങ്ങള് വന്നെന്നും പറഞ്ഞ് ജോലിയൊന്നും മുടക്കണ്ട. ശരി അങ്കിളെ, പോയിട്ട് വാ. ശരി ശരി. അയ്യോ, ഇപ്പഴാ ഞാൻ ഓർത്തത്. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അമ്മേ, ഞാൻ അങ്ങോട്ട് ഇല്ലട്ടെ. അമ്മ വന്ന കാലത്തിന് നിൽക്കാതെ ഇരിക്കൂ. വാ പരമേശ്വര, ശ്യാമള ഇരിക്കേ. ഇങ്ങോട്ടിരിക്കാം മക്കളെ. ചേച്ചി ഇവിടെ നിർത്തിയത് എന്താ? വാ, വീട്ടിൽ കയറി എന്തായാലും കഴിച്ചിട്ട് പോവാം. എടി, അമ്പലത്തിൽ നിൽക്കുമ്പോ അമ്മായിമ്മ വിളിച്ചത് നീയും കേട്ടതല്ലേ? അവരെയും കൊണ്ട് കണ്ണാശുപത്രി പോകാനുള്ളതാ. സമയമില്ല, നീ അങ്ങോട്ട് ഇറങ്ങി, ഞാൻ പോട്ടെ. ചേച്ചി, ആശുപത്രിയിൽ പോയിട്ട് വിളിക്കണേ. വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഞാൻ പിന്നെ പറയാം, സമയം കളയണ്ട. അമ്മായിയമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി കണ്ണ് ശരിയാക്ക. ശരി. ശ്രേ, അമ്പലത്തിൽ നിന്ന് എല്ലാരും എത്തിയായിരുന്നോ? എല്ലാരും എന്നതുകൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചത്? എല്ലാവരെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ തന്നെ, അല്ലതാരാ? വീട്ടിലുള്ളവര് മാത്രമല്ല, വേറെയും കുറച്ച് അഭയാർത്ഥികൾ എത്തിയിട്ടുണ്ട്. ചെന്ന് നോക്ക് നീ. അഭയാർത്ഥികളോ? അതാരാ? ആഹാ, നീ എത്തിയോ? ഹാരോ കൊണ്ട് കൊടുത്തോ? കൊണ്ടുകൊടുത്തു. അല്ല, ആകാശേട്ടൻ ഓഫീസിൽ പോകുന്നുണ്ടോ? ഓഫീസിൽ പോകുന്നുണ്ടോന്നോ? നല്ല കഥയായി. ആ, എങ്കിൽ നിക്ക്, ഞാൻ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം. കഴിച്ചിട്ട് പോയാൽ മതി. ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. ദേ, കണ്ടില്ലേ മേഡം പോയത്? ഞാനെങ്ങാനും ഇനി വൈകിച്ചെന്നാ അത് മതിയാകും മേഡത്തിനിന്ന്. അല്ല കൊച്ചേട്ടാ, ഇവിടെ ആരാ ഗസ്റ്റ് വന്നേക്കുന്നത്? അത് അച്ഛൻ്റെ ഏതോ പഴയ സുഹൃത്തും അമ്മയൊക്കെ. നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ പോട്ടെ, സമയം പോയി.
അതൊക്കെ എങ്ങനെ ഓർമ്മ കാണാനാ ബാല? കൃത്യമായിട്ട് പറഞ്ഞ ആ സംഭവം കഴിഞ്ഞിട്ട് 49 വർഷമായില്ലേ? ദ്രൗപദിയമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ഇളയ മരുമകള്, ഇതാണ് ആ മഹതി. ചാരു ചേച്ചിയെ ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. നിങ്ങൾക്ക് ചാരുവിനെ നേരത്തെ അറിയാന്നോ? അതെങ്ങനെ? ആ വെളിച്ചപ്പാട് ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടതിന് ശേഷം ഞങ്ങൾക്ക് പോകേണ്ട തൃക്കണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഞങ്ങളെ വഴി കാണിച്ചുകൊണ്ട് പോയത് ബാലന്റെ ഈ മരുമോളാ. ആഹാ, അത് കൊള്ളാലോ. ബാലചന്ദ്രന്റെ മകളായതുകൊണ്ട് പറയുകയല്ല. ഞങ്ങളാകെ വിഷമിച്ചു നിൽക്കുമ്പോ ഇറങ്ങി വന്ന് ഞങ്ങളോടൊരു നല്ല വാക്ക് പറഞ്ഞതും വെളിച്ചപ്പാട് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ ഇറക്കി വിട്ടതെന്നും സമാധാനിപ്പിച്ചത് ഈ മോളാ. മിടുക്കിയാണ് അവള്. ഇന്ന് നടന്ന മുഴുവൻ കാര്യങ്ങളും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദൈവം എന്തൊക്കെയോ കണക്ക് കൂട്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയത് പോലുണ്ടല്ലോ ബാല. അതേ ഗോവിന്ദ, എന്നെ മനസ്സ് പറയുന്നു, കൃത്യസമയത്ത് തന്നെയാണ് എന്റെ ദ്രൗപദി അമ്മയും പരമേശ്വരനെയും എന്റെ അരികിലേക്ക് ദൈവം എത്തിച്ചിരിക്കുന്നത്. എങ്ങോട്ടേക്കാന്ന് പറഞ്ഞിരുന്നെങ്കില് ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വന്നേനല്ലോ. അതിന് മോള് ഞങ്ങളുടെ ബാലന്റെ മരുമകളാണെന്ന് ഞങ്ങൾക്കറിയത്തില്ലല്ലോ. അയ്യോ, അല്ല ബാലമാമേ, ഇവരൊക്കെ ആരാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ആ, ഇത് പരമേശ്വരൻ, ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. ഇത് ദ്രൗപദി അമ്മ, എന്റെ വളർത്തമ്മയാ. പരമേശ്വരൻ അമ്മ. ഇതെന്റെ ഭാര്യ, അത് മകള്, ഇതെന്റെ പെങ്ങടെ മകൻ.